ഹായ് ഫ്രണ്ട്സ്, ഇപ്രാവശ്യത്തെ കേന്ദ്ര ബജറ്റ് വന്നതിന് ശേഷം ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന്, പ്രധാനമായും പഴയ മെത്തേഡ് ഓഫ് ടാക്സേഷനിൽ നിന്ന് മാറ്റി ന്യൂ മെത്തേഡ് ഓഫ് ടാക്സേഷനിലേക്ക് ആൾക്കാരെ മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ പ്രോപ്പർട്ടികൾ വിൽക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കണക്കാക്കണം, അതിൽ എത്രത്തോളം അധിക ബാധ്യത വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബജറ്റിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഇൻകം ടാക്സ് നിയമത്തിൽ കാതലായിട്ടുള്ള അഴിച്ചുപണി 6 മാസത്തിനുള്ളിൽ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ മാറ്റമെന്ന് പറയുന്നത് ഒന്നുകിൽ ഇൻകം ടാക്സ് നിയമത്തിലെ പ്രധാന ഭാഗങ്ങളിലൊക്കെ കാതലായിട്ടുള്ള മാറ്റം കൊണ്ടുവരലായിരിക്കാം, അല്ലെങ്കിൽ ഇൻകം ടാക്സ് നിയമം മാറ്റി പുതിയ ഡയറക്റ്റ് ടാക്സ് കോഡ് എന്ന് പറയുന്ന പുതിയ ഒരു നിയമം കൊണ്ടുവരികയായിരിക്കും ചെയ്യണത്. എന്തായാലും എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. അടുത്ത 6 മാസം കഴിഞ്ഞ് അത് കാണേണ്ടി വരും. നമുക്കറിയാം, അടുത്ത ബജറ്റ് വരാൻ പോണത് ഫെബ്രുവരി 1, 2025 അപ്പോൾ നമ്മൾ വെറും 6 മാസമുള്ളൂ ഇനി അടുത്ത ബജറ്റിന്. അപ്പോൾ എന്തായാലും മാറ്റങ്ങൾക്കൊരു അവസാനമില്ല. എന്തായാലും അടുത്ത ബജറ്റിൽ നമ്മൾ കൂടുതൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. വീണ്ടും കാണാം.